ഡെന്റൽ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നീതി വേണം, എത്രയും വേഗം കുറ്റവാളികൾക്കെതിരെ നടപടികൾ വേണമെന്ന ആവശ്യവുമായിട്ടാണ് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ നടക്കുന്നത്. അത് പ്രത്യേകിച്ചും തിരുവനന്തപുരം അടക്കം ഉള്ള സ്ഥലങ്ങളിൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് പോയി. യാത്രക്കാരും സമരാനുകൂലികളും തമ്മിൽ വാക്തർക്കത്തിൽ ഏർപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. പോലീസ് ഇടപെട്ടാണ് സമരക്കാരെ അനുനയിപ്പിക്കുകയും വാഹനങ്ങൾ കടത്തിവിടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായത്. പക്ഷെ അതിനിടയിലാണ് ഒട്ടേറെ കുട്ടികൾക്ക് പ്രവേശ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കഴിയാതെ പോയി എന്നതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായി മാറുന്നത്. കുട്ടികളുടെ പ്രതികരണങ്ങൾ തന്നെ കേട്ടു. ഞങ്ങൾ 6 മണിക്ക് ബസ്സിൽ കയറിയതാ, 6 മണിക്ക് ബസ്സിൽ കയറിയതാ. അപ്പൊ പക്ഷെ ഇന്ന് ഇതൊന്നും ഉണ്ടാവില്ല എന്ന്, റോഡ് തടയിലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ബസ്സിൽ വന്നത്. പക്ഷെ ഇപ്പൊ എക്സാം ടൈം കഴിഞ്ഞു. അവിടെ വിളിച്ചപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത്, VIT-കാർക്ക്. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകുക തന്നെ. ഒരു വർഷം അത് അധ്വാനം പാഴ്. എക്സാം ക്യാൻസൽ, അവര് വേറെ ഡേറ്റ് തരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. തരില്ല. പരാതി കൊടുക്കുന്നുണ്ട്. കാരണം കേരളത്തിന്റെ മാത്രം പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിദ്യാർത്ഥിയുടെയും അമ്മയുടെയും പ്രതികരണമാണ് കേട്ടത്. ഹരീഷ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഇതേപോലെ ഒട്ടേറെ കുട്ടികൾ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇനി അടുത്തൊരു അവസരം കിട്ടാനുള്ള സാഹചര്യവും വളരെ കുറവായിരിക്കും. കാരണം കേരളത്തിൽ മാത്രമുണ്ടായ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് അതിന് എങ്ങനെയാണ് മറ്റൊരു ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്ങനെ എത്രത്തോളം കുട്ടികളെ ഇത് ബാധിച്ചിട്ടുണ്ട്? കുറച്ചു പേർക്കെങ്കിലും സമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നോ ഈ കൂട്ടത്തിൽ? ദിവിഷ, ഒരുപാട് പേരെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ലഭിച്ച കണക്കനുസരിച്ച് ഈ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 320 പേരാണ് ഇന്ന് രാവിലെ പ്രവേശന പരീക്ഷ എഴുതാൻ വേണ്ടി എത്തേണ്ടിയിരുന്നത്. അതിൽ 120 കുട്ടികൾ മാത്രമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അതായത് 200 കുട്ടികൾക്കും അവിടെ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വളരെ വിഷമിപ്പിക്കുന്ന, അതിൽ ഭൂരിഭാഗം കുട്ടികൾക്കും ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടിൽ വലഞ്ഞതാവണം, അവർ പെട്ടുപോയതാകണം. ഇപ്പോൾ നമ്മോട് സംസാരിച്ച ആ വിദ്യാർത്ഥിനിയും ഒപ്പം തന്നെ ആ അമ്മയും ഒക്കെ പറഞ്ഞതുപോലെ വളരെ, അതായത് അവർ അതിരാവിലെയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഈ പരീക്ഷ എഴുതാൻ വേണ്ടി. ഒരുപാട് നാളത്തെ പ്രിപ്പറേഷനാണ് ഒരു പ്രവേശന പരീക്ഷ എഴുതുക എന്നുള്ളത്. ആ പ്രവേശന പരീക്ഷ എഴുതാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവർക്കൊന്നും, അതായത് ഈ വാഹനങ്ങൾ തടയും എന്നുള്ള തരത്തിലുള്ള കൃത്യമായ അറിയിപ്പോ, വാഹനങ്ങൾ ഓടില്ല, KSRTC ബസ്സുകൾ സർവീസ് നടത്തില്ല, അങ്ങനെയുള്ള അറിയിപ്പുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും പൊതുഗതാഗതത്തെ ആശ്രയിച്ചെത്തുന്ന ഇതുപോലുള്ള ആൾക്കാർ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്ത് വരും. അങ്ങനെയാണ് ഇവരൊക്കെ ആ ബസ്സുകളിൽ കുടുങ്ങിപ്പോയത്. ഹർത്താൽ അനുകൂലികൾ ഈ ബസ് തടഞ്ഞ സമയത്ത് ഈ പ്രവേശന പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ഒക്കെ ബസ്സുകളിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. വളരെ കുറച്ചുപേരെ മാത്രം ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി ചില സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ച്, അതായത് കടന്നു പോകാൻ പറ്റുന്ന വഴിയിലൊക്കെ പരീക്ഷാ സെന്ററുകളിലേക്ക് എത്തിയ വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ അവരിൽ പലരും എത്തിയിട്ടില്ല എന്നുകൂടി കണക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം 320 പേരാണ് ഇന്ന് രാവിലെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരീക്ഷ എഴുതാൻ എത്തേണ്ടിയിരുന്നത്. പക്ഷെ അതിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ 120 പേർക്ക് മാത്രമാണ് അവിടെ എത്താൻ കഴിഞ്ഞത് എന്നുള്ള വിവരം ലഭ്യമാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പകുതിയിലേറെ കുട്ടികൾക്കും ഇത് ബാധിച്ചിട്ടുണ്ട്, ഹർത്താൽ ബാധിച്ചിട്ടുണ്ട്. വളരെ വിഷമമുള്ള ഒരു അവസ്ഥയാണ് ആ